നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ബിടെക്കുകാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ബിടെക്കിൻ്റെ പുത്തൻ സ്കീം, ന്യൂ സ്കീം. അതിന് ഞാൻ കണ്ട പ്രത്യേകതകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രാധാന്യം KTUവിൻ്റെ അറിഞ്ഞു നൽകിയ കുറേ വരങ്ങൾ എന്ന സ്കീമിനകത്ത് നല്ല കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന ബിടെക്കിലെ കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഒരുപക്ഷെ ക്ലാസ്സസും, ഞാനത് ഉറപ്പ് വരുന്നില്ല എന്നാൽ പോലും മാക്സിമം ക്ലാസ്സസും എടുക്കാൻ ഉള്ള ശ്രമം തുടങ്ങാൻ പോവുകയാണ്. അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് നല്ലതുപോലെ വേണം. ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചേക്കുക. എന്തായാലും നിങ്ങൾക്ക് ഗുണമുള്ളൊരു ചാനലാണ് എന്നുള്ളത് ഇപ്പോൾ നേരത്തെ ഇത് കണ്ടവർക്കാണെങ്കിലും ഇനി കാണാനുള്ളവർക്കാണെങ്കിലും ഉറപ്പായിട്ടും ഇതൊരു നിങ്ങൾക്ക് ഗുണകരമാകുന്നൊരു ചാനൽ തന്നെ ആയിരിക്കും. ഗിരീഷ് ഫിസിക്സ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് തരും നിങ്ങൾക്ക്. അന്നേരം ഇനിയും ബിടെക്കിൻ്റെ KTUവിൻ്റെ പുത്തൻ 2024 ന്യൂ സ്കീം. അന്നേരം അത് വളരെ വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. ഒന്ന്, ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ എന്തിനോ വേണ്ടി പഠിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, ഇങ്ങനെയുള്ള രീതിയാണ്. പ്രത്യേകിച്ചും +2 ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പം വളരെ സ്കിൽഫുള്ളായിട്ട്, വളരെ കാര്യമായിട്ട് കരിയറിനെ നമ്മൾ ഏറ്റവും ബെസ്റ്റാക്കി വേണം. പക്ഷേ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. 2015 KTUവിൻ്റെ സ്കീമിൽ ഞാനും അധ്യാപകനായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല 2019 പുത്തൻ സ്കീം ഇറങ്ങിയപ്പോഴും അതിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ 2024 ന്യൂ സ്കീമിൽ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ഉണ്ട്. പ്രൊജക്റ്റ് ബേസ്ഡ്, അതായത് ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്ത്, ഞാൻ ക്ലിയർ ആക്കിയത് പറഞ്ഞുതരാം. എന്നാൽ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വളരെ കാര്യമായി KTU കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഏറ്റവും പുത്തൻ ഫീച്ചേഴ്സ് ഉള്ള കോഴ്സസ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസസ് കിട്ടാനുള്ള കോഴ്സസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം AI ആയാലും അതുപോലെ തന്നെ പൈത്തൺ പോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ എല്ലാ സബ്ജക്റ്റുകാർക്കും എല്ലാ കോറുകാർക്കും പഠിക്കാൻ ഇട്ടേക്കെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ഓൺ ചെയ്ത്. പ്രധാനമായ ലക്ഷ്യം പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന പ്രധാനമായ ലക്ഷ്യമാണ്. രണ്ടാമത് എനിക്ക് തോന്നിയത് ക്രെഡിറ്റ് സ്കോർ. മാത്സിൻ്റെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ S1 S2 S3 S4 ഒക്കെ നോക്കിയിട്ട് ക്രെഡിറ്റ് സ്കോർ 16 ആണ്. ആ 16 എന്നുള്ളത് റെഡ്യൂസ് ചെയ്ത് 12 ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു മാത്സ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമാക്കി കാണേണ്ടതല്ല. എൻജിനീയറിംഗ് പഠിക്കുന്ന ഏത് സ്ട്രീം എൻജിനീയറിംഗ് പഠിക്കുന്നവരാണെങ്കിലും മാത്സ് അറിഞ്ഞിരിക്കണം. മാത്സ് ഗംഭീരമായിട്ട് അറിഞ്ഞിരിക്കണം. അത് മാത്സ് അറിഞ്ഞാൽ മാത്രമേ, മാത്സിലൂടെ മാത്രമാണ് നമ്മൾ പലപ്പോഴും കയറി ഓരോ സ്ട്രീമിൻ്റെയും കോറിലോട്ടൊക്കെ കയറുമ്പോൾ മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം അത് അതിൻ്റെ ക്രെഡിറ്റ് സ്കോർ കുറച്ചുകൂടെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് 12 ആക്കിയിട്ടുണ്ടെന്നുള്ളൊരു പ്രത്യേകത ഈ 2024 സ്കീമിനുണ്ട്. ഇനി ഏറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 പോയിന്റുകൾ എനിക്ക് KTUവിൻ്റെ ന്യൂ സ്കീമിൽ ഒരെണ്ണം ഇതാണ്. അതായത് 2015 സ്കീം എടുത്ത് നോക്കുമ്പം അന്നത്തെ സ്കീമിൽ 6 മൊഡ്യൂൾ ഉണ്ടായിരുന്നു എല്ലാം പഠിക്കാൻ. കുട്ടികളൊക്കെ ശരിക്കും പാടുപെട്ടു. നമ്മളൊക്കെ ശരിക്കും കുട്ടികളുടെ കഷ്ടപ്പാടുകൾ കണ്ടതാണെന്ന്. കാരണം ശരിക്കും പഠിക്കാനുണ്ട്, പക്ഷെ സമയമില്ല. കാരണം KTUവിൻ്റെ ടൈം ടേബിളൊക്കെ ഇല്ലയോ, ഇന്ന് പറയും നാളെ പരീക്ഷ എന്ന് പറഞ്ഞാൽ പോയി എഴുതിക്കണം എന്നുള്ള രീതിയുള്ളതായതുകൊണ്ട് നമുക്കൊട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ പോലും 2015 6 മൊഡ്യൂൾ ഉള്ളത് 2019 ആയപ്പം കൂടുതൽ കുട്ടികൾ തോക്കുന്നു എന്നുള്ള കൃത്യമായ അവലോകനം കൊണ്ടത് 5 മൊഡ്യൂളാക്കി. ഇപ്പം 2024 അത് 4 മൊഡ്യൂളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇപ്പം, അതായത് 2024 KTUവിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരു വലിയ ആശ്വാസമാകുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഏറ്റവും നല്ലൊരു ഗുണം, അതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ള KTUവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കാര്യം തന്നെയാണ്. S7 S8 ലാസ്റ്റ് സെമസ്റ്ററുകളിൽ ഈ പറഞ്ഞ പോലെ എന്തെന്നോ ഇല്ലാതെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര നടക്കുന്നു, കുറേ എക്സാംസ് എഴുതുന്നു. ഇത് മാറ്റിയിട്ട് കൂടുതലായിട്ടും അവർക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലൊക്കെ വിസിറ്റ് ചെയ്യാനും, കൂടുതൽ അവർക്ക് അതിന് മാത്രം കീൻ ഒബ്സർവേഷൻ കൊടുക്കാനും, S7 S8 എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് അവരെ ഒരു ജോലിക്ക് വേണ്ടി കൃത്യമായിട്ടും ലക്ഷ്യമിട്ട് തന്നെയാണ് KTU പോകുന്നത്. കാരണം ഒരു ജോലിക്ക് വേണ്ടി നമുക്ക് ആ ഒരു S7 S8 എടുക്കുന്ന ഒരു 6-7 മാസം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ അവർ KTU ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ കണ്ട ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. കാരണം ആ ചേഞ്ച് വളരെ ആവശ്യമാണ്. കാരണം പഠിച്ചിട്ടിറങ്ങുന്ന 10,000 കണക്കിന് കുട്ടികളിൽ
ഒന്നോ അല്ലെങ്കിൽ നമുക്കൊരു അതിനകത്തുനിന്ന് ഒരു 100 പേർക്കോ 200 പേർക്കോ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് എന്ത് കാര്യം? അന്നേരം എല്ലാ കുട്ടികളും ചേരുന്നത് നമുക്കൊരു ജോലിക്ക് വേണ്ടിയാണ്, എവിടെയെങ്കിലുമൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടണമെന്ന് വിചാരിച്ചാണ്. അന്നേരം ഈ ഒരു ചേഞ്ച് നല്ലതാണ്. കാരണം ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പോയി വിസിറ്റ് ചെയ്യുന്ന അവിടുന്ന് വളരെ കാര്യമായിട്ട് നമുക്ക് പഠിക്കാൻ, നമുക്ക് വേറെ ഒരുപാട് ചാൻസുകൾ സമയവും കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റേത് ഓടിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കുന്നു, കോളേജിൽ നിന്ന് ഇറങ്ങുന്നു, പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല, പിന്നെ ഓട്ടം ബിടെക് വേണ്ടെന്ന് പറഞ്ഞ് ശപിച്ച് നടക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സെ പോലുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പം ഈ ഒരു മാറ്റം ഒരുപക്ഷെ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയ ഒരു തിയറി പേപ്പറിലും ഇൻറ്റേർണലിൻ്റെയും ഒരു മാർക്കിൻ്റെ ഇത്, തിയറി പേപ്പറിന് ഇപ്പം 60 മാർക്കും ഇൻറ്റേർണലിന് 40 മാർക്കുമാണ്. പക്ഷേ 40% തന്നെയാണ് നിങ്ങളുടെ വിജയം. 40% ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇത്രയൊക്കെ ചേഞ്ചസ് അത്യാവശ്യം, ഞാൻ വളരെ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്, അത്യാവശ്യം നല്ല കുറേ ചേഞ്ചസാണ്. ഇത് KTU ഉൾപ്പെടുത്തിയേക്കുന്നത് ഇത് കൊള്ളാം. പക്ഷേ ഞാൻ ഇതിനോട് KTUവിനോട് ഇപ്പോഴും യോജിക്കാത്ത ഒറ്റൊരു കാര്യം, സ്കീം കൊള്ളാം, ഇപ്പോഴത്തെ പുത്തൻ സ്കീം 2024 സ്കീം വളരെ ഫാർ ബെറ്റർ ആണ്. കാരണം 2015 2019 അപേക്ഷിച്ച്. പക്ഷേ ടൈം ടേബിൾ ഇടുന്ന കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴും കൊച്ചു പിള്ളേർക്ക് ടെസ്റ്റ് പേപ്പർ ഇടുന്ന ഒരു ലാഘവത്തോടുകൂടി ടൈം ടേബിൾ ഇടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊന്ന് മാറണം. കാരണം ഇപ്പോൾ സെമസ്റ്റർ 1കാർക്ക് അവർ പഠിക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല. അവർക്ക് ഡിസംബറിലാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അവർ ബുക്ക് തുറക്കുമ്പോഴത്തേനും ഡിസംബറായി. അവർക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്കും പറയാനുള്ളത്. അന്നേരം ഉറപ്പായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ KTUവിൻ്റെ മാറ്റങ്ങൾ കുട്ടികളിലേക്കും, കുട്ടികൾ ഇത് തിരിച്ചറിഞ്ഞ് നന്നായിട്ട് പഠിക്കുകയോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യത, നല്ല ജോലി കിട്ടിയിരിക്കും, ഉറപ്പാണ്. അന്നേരം ഇങ്ങനെയുള്ള വീഡിയോസും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻസുകളെല്ലാം നിങ്ങൾ ഇട്ടേക്കുക. കാരണം ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ പറയുന്ന എല്ലാം കറക്റ്റ് ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇതാക്കുന്ന ഒരു ചാട്ടി പിടിക്കുന്ന ഒരാളൊന്നുമല്ല. കാരണം എനിക്കും തെറ്റുകൾ പറ്റാം, നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്ന് പറയുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സസിൻ്റെ കാര്യം ഉറപ്പായിട്ടും പരിഗണനയിൽ എടുക്കുന്നതായിരിക്കും. അതും പ്രധാനമായിട്ടും ഫ്രീ ക്ലാസ്സുകൾ പരിഗണനയിൽ എടുക്കാൻ നോക്കും ഉറപ്പായിട്ടും. അന്നേരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഈ വീഡിയോ ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് തരിക. 2024 സൂപ്പർ സ്കീമാണ്, തയ്യാറെടുത്തോളൂ. പഠിച്ചാൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. പഠിച്ചാൽ മാത്രം മതി. നെവർ എവർ ഗിവ് അപ്പ്.